ഓണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നോൺ വെജ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അമ്മാമ്മയുടെ സ്പെഷ്യൽ മീൻകറിയാണ്. അമ്മാമ്മ ഇപ്പോൾ ഇല്ല, എന്നാലും ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ ഓണസദ്യയുടെ ബാക്കിയൊക്കെ ഇന്നലെയാണ് തീർന്നത്. അപ്പോൾ വീട്ടിൽ ഏകദേശം എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടെ രാവിലെ പോയി എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട് കേട്ടോ. അന്നേരം ആദ്യം തന്നെ ചോറ് അരി അടുപ്പിലിടാമെന്ന് വിചാരിച്ചു. അത് കുക്കറിലേക്ക് വെച്ചിട്ടാണ് മീനിൻ്റെ പരിപാടികൾ തുടങ്ങിയത്. അപ്പോൾ മീൻ ഞാൻ വെട്ടി ക്ലീനാക്കിയാണ് കൊണ്ടുവന്നത്. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് ക്ലീനിങ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ചതുമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകി പീസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യണം. എവിടെ ഞാൻ എന്ത് പറഞ്ഞാലും ആരും കമൻറ്റ് ചെയ്യാറില്ല, ഒന്നും ചെയ്യാറില്ല. എന്തായാലും ഞാനിത് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇതുണ്ടാക്കി നോക്കിയിട്ടുണ്ടോയെന്ന്. അപ്പം ഇത് നമ്മൾ അമ്മാമ്മ സ്പെഷ്യൽ മീൻകറിയാണ് വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മാമ്മ വെക്കുന്ന കറികളൊക്കെ. നമുക്ക് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആ ഓർമ്മകളൊക്കെ വരുന്നത്. അതായത് അവർ വെച്ച് തന്ന ആ കറികളുടെയൊക്കെ ടേസ്റ്റ് നമ്മൾ പിന്നീട് ഒരിക്കലും നമുക്കതൊന്നും കിട്ടില്ലല്ലോ ഗൈസ്. അപ്പോൾ അവരുള്ള സമയത്ത് അവർ വെച്ച് തരുന്നതൊക്കെ നന്നായിട്ട് നമ്മൾ ആസ്വദിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തേങ്ങ അരക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സിയിലേക്ക് 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് തേങ്ങ വേണ്ട, കാരണം മാങ്ങ ഇടുന്ന കറി ആയതുകൊണ്ട് കുറച്ച് ഗ്രേവി പോലെ ആവും അത്. അപ്പോൾ അത് കാരണം തേങ്ങ ഞാൻ കുറവാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ലപോലെ അരയണം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് കുറച്ച് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നീട് നമുക്ക് മാങ്ങയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും പിന്നെ 2-3 ഉള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത്, ഇത് ഇത്രയായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. മാങ്ങ ഒരു 1/4 വേവാകുമ്പോഴാണ് ഞാൻ അയില ഇടുന്നത് കേട്ടോ. കാരണം അയിലയ്ക്ക് അധികം വേവില്ല, അയില പെട്ടെന്ന് വേവുന്നതുകൊണ്ടാണ് കേട്ടോ. ഒരുപാടിരുന്ന് വെന്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കട്ടിയായി പോകും മാംസം. അപ്പോൾ അത് കാരണം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്ന് ഒരു 2-3 കഷ്ണം വറുക്കാനും എടുത്ത് പുരട്ടി വെച്ചു കേട്ടോ. അപ്പം അത് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് ആ സമയത്തെടുത്തേ വറുക്കുകയുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ചാറൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് വറുത്ത് ഇടാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളു നമ്മുടെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണേ.